സാഫിർജാൻ EXന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സർവീസ് ഇൻവോയ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ടാലിയിൽ ചെയ്തു കഴിഞ്ഞത് ഐറ്റം ഇൻവോയ്സുകളായിരുന്നു അല്ലേ? അതായത് പ്രൊഡക്റ്റുകൾ ഇൻവോയ്സ് ചെയ്യുന്ന രീതിയായിരുന്നു, അതായത് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്ന രീതിയായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചത്. എന്നാൽ ഇനി സർവീസുകൾ, അതായത് ഒരു സർവീസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ സർവീസ് സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ അവരുടെ ഐറ്റം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു ബില്ല് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻവോയ്സ് തയ്യാറാക്കുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സർവീസ് സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം അല്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാവാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ, അപ്പോൾ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹോസ്പിറ്റലാവാം, റെസ്റ്റോറൻ്റ് ആവാം, അല്ലെങ്കിൽ ഹോട്ടലുകളാകാം. അതേപോലെ തന്നെയാണ് പിന്നെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ അവർ പ്രൊഡക്റ്റുകളല്ല സെയിൽ ചെയ്യുന്നത് അല്ലേ, അതായത് കസ്റ്റമേഴ്സിന് അവർ പ്രൊഡക്റ്റുകളല്ല നൽകുന്നത്, അവർ നൽകുന്നത് എന്താണ്, പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്. അപ്പോൾ അങ്ങനെ സർവീസുകൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബില്ല് തയ്യാറാക്കുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിളായൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പാണെന്ന് കരുതുക, ഒരു വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബില്ല് കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്, ടാലിയിലൂടെ എങ്ങനെയാണ് ബില്ല് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻവോയ്സ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഇൻവോയ്സ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ടാലി നമ്മൾ കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സർവീസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു തൽക്കാലം ഒരു കമ്പനീൻ്റെ പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അവിടെ ഉണ്ട് ട്രാൻസാക്ഷൻ്റെ താഴെ കാണിക്കുന്ന അക്കൗണ്ടിങ് വൗച്ചേഴ്സിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് വൗച്ചർ എടുത്തിട്ടാണ് ചെയ്യുക. സെയിൽസ് ഇൻവോയ്സ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള സെയിൽസ് ഇൻവോയ്സ് എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സെയിൽസ് ഇൻവോയ്സ് ഇപ്പോൾ നമുക്ക് വന്ന് കിടക്കുന്നത് എന്താണ്, നെയിം ഓഫ് ഐറ്റം അല്ലേ, ഐറ്റം ഇൻവോയ്സ് മോഡാണ് വന്ന് കിടക്കുന്നത്, ഐറ്റത്തിൻ്റെ മെത്തേഡാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സർവീസ് ചെയ്യാൻ പറ്റില്ല. സർവീസ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട് ലെഡ്ജർ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ടായിരിക്കും മാറുക. സ്റ്റോക്ക് ആയിട്ടല്ല നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ലെഡ്ജർ ഐറ്റംസുകളാണ്. അതായത് നമ്മുടെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണാതെ ഇങ്കായിട്ടാണ് കയറേണ്ടത്. അപ്പോൾ നമ്മളത് ഒരിക്കലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഐറ്റംസ് ആയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സെയിൽസ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾട്ട് ഐ പ്രസ് ചെയ്യുക. കീബോർഡിൽ ഓൾട്ട് ഐ അടിച്ചു കഴിഞ്ഞാൽ ഈ നെയിം ഓഫ് ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്താവും, പർട്ടിക്കുലർ വേർഡ്, അതായത് പർട്ടിക്കുലർ ഇൻവോയ്സ് ആയിട്ട് വരും. ഓൾട്ട് ഐ അടിക്കാൻ പോവാണ്, ഓൾട്ട് ഐ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇവിടെ ഐറ്റംസ് ഇവിടുന്ന് പോയി, ഇവിടെ പകരം നമുക്ക് എന്താ വന്നത്, പെർട്ടിക്കുലർ ആയിട്ട് വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് റെഫറൻസ് നമ്പർ എന്നുള്ളിടത്ത് എങ്ങനെയാണോ അതിൻ്റെ ബിൽ നമ്പർ ആയിട്ട് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ബിൽ നമ്പർ കൊടുക്കുക. ഞാൻ ഒരു 1222 തൽക്കാലം ഒരു ബിൽ നമ്പർ കൊടുത്തു. ഇനി പാർട്ടി നെയിം എന്നുള്ളിടത്ത് നമ്മൾ ഒന്നെങ്കിൽ ക്യാഷ് ബില്ലാണെങ്കിൽ നമ്മൾ ക്യാഷ് സെലക്ട് ചെയ്യുക, അതല്ല നമ്മൾ കസ്റ്റമറിൻ്റെ പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറിൻ്റെ പേരായിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്യാഷ് ബില്ലായിട്ടാണ് കൊടുക്കുന്നത്. ഇനി അതല്ല ഞാൻ പിന്നെ എന്താണ് ഒരു കസ്റ്റമറിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആളെ പേര് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, ആൾട്ട് സി അടിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അണ്ടർ എന്ത് കൊടുക്കേണ്ടി വരും, സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഞാൻ തൽക്കാലം ക്യാഷാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്യാഷ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ക്യാഷ് സെലക്ട് ചെയ്തിട്ട് നേരെ എൻ്റർ ചെയ്യാം. അവിടെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്യണേ, എന്താണോ സർവീസ് നമ്മൾ ചെയ്ത് കൊടുത്തത് അത് കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ ഒരാൾ നമ്മളെ കയ്യിൽ വാഹനം റിപ്പയർ ചെയ്യാൻ തന്നു, അതിൻ്റെ പിന്നെ സർവീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒന്ന് ഓയിൽ ചേഞ്ച് ആണ്. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുന്നു, വാഹനത്തിന് ഓയിൽ ചേഞ്ച് ചെയ്തു. അതിൻ്റെ അണ്ടറായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സർവീസ് എന്ന് പറയുന്ന ഒരു അണ്ടറിലാണ് കൊടുക്കേണ്ടത്. പക്ഷെ സർവീസ് എന്നൊരു അണ്ടർ ഓൾറെഡി നമ്മളെ കയ്യിലില്ല അല്ലേ, നമ്മുടെ ലെഡ്ജറിൽ നമ്മൾ എവിടെ എന്തില്ല, ആ അണ്ടറായിട്ട് ഗ്രൂപ്പായിട്ട് ഒരിക്കലും സർവീസ് എന്ന പേരിൽ ഗ്രൂപ്പില്ല. അപ്പോൾ നമ്മൾ ഓൾട്ട് സി പ്രസ് ചെയ്യുന്നു, പുതിയൊരു ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ്. സർവീസ് എന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ അണ്ടർ എന്തായിട്ട് കൊടുക്കണം, അണ്ടർ
ഡയറക്റ്റ് ഇൻകം ആയിട്ട് നമുക്ക് കൊടുക്കാം. സർവീസിൻ്റെ അണ്ടർ നമുക്ക് എന്തായാലും ഡയറക്റ്റ് ഇൻകം ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഇൻകം നമുക്കാകെ ഡയറക്റ്റ് ഇൻകത്തിലാകെ നമുക്ക് രണ്ട് കാര്യങ്ങളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ സെയിൽസ് ആയിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം. അപ്പോൾ ആകെ രണ്ട് ഇൻകങ്ങൾ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഡയറക്റ്റ് ഇൻകം ഉണ്ടാവുള്ളൂ. ഒന്ന് സെയിൽസ്, മറ്റൊന്ന് സർവീസ്. അപ്പോൾ നമുക്ക് സർവീസ് എന്താണ്, ഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇൻകം ഇവിടെ സെലക്ട് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നേരെ എൻ്റർ ചെയ്യുന്നു. നേരെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം നേരെ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് ആയിട്ട് ഇവിടെ കൊടുക്കാം. ഞാൻ എന്ത് ചെയ്തു, ഓയിൽ ചേഞ്ച് ഒരു 250 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഞാൻ അടുത്ത ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഗിയർ ബോക്സ് നമ്മൾ സർവീസ് ചെയ്യാണ്. അതിൻ്റെ എന്ത് ചെയ്യാണ്, അണ്ടർ നമ്മൾ സർവീസ് നേരത്തെ നമ്മൾ കൊടുത്ത സർവീസ് തന്നെ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ അതിൻ്റെ എമൗണ്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, റേറ്റ് എന്നുള്ളിടത്തല്ല നമ്മൾ ഇടേണ്ടത്. റേറ്റ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്തായി കണ്ട, പെർസെൻറ്റേജ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് ഒരിക്കലും റേറ്റ് എന്നുള്ളിടത്തല്ല കൊടുക്കേണ്ടത്, എമൗണ്ട് എന്നുള്ളിടത്താണ് കൊടുക്കേണ്ടത്. ഒരു 500 കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അടുത്തായിട്ട് കൊടുക്കാൻ പോകുന്നത്. ഓൾട്ട് സി അടിക്കുക, ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സർവീസ് നമ്മൾ ചെയ്ത് കൊടുത്തു. അതിൻ്റെ അണ്ടറും സർവീസ് എന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യുക. സർവീസ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യുക. എമൗണ്ട് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഒരു 100 ആണ്. ഓക്കെ, ഒരു ഏകദേശം കണക്ക്. ഇപ്പം നമ്മൾ 850 രൂപേൻ്റെ സർവീസാണ് നമ്മൾ വാഹനത്തുമ്പോൾ ചെയ്ത് കൊടുത്തുള്ളത് കസ്റ്റമറിന്. നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് എവിടെ ഉണ്ടാവുക, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഉണ്ടാവുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയൊക്കെ സെയിലൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വരിക. അപ്പോൾ ഈ ഭാഗത്തുണ്ടാവും നമുക്ക് ഡയറക്റ്റ് ഇൻകത്തിലുണ്ടാവും സർവീസ്. അതിൽ എന്തൊക്കെ സർവീസ് നടന്നു എന്നുള്ള അറിയണമെന്നുണ്ടെങ്കിൽ സർവീസിൽ എൻ്റർ ചെയ്യുക. അപ്പം ഞാൻ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ട അങ്ങനത്തെ ഒരുപാട് സർവീസുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആരുമായിട്ടാണ് നടത്തിയിട്ടുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഡ്ജറൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അതിൽ കൊണ്ടുപോയി എൻ്റർ ചെയ്യുക. അപ്പോൾ ഏത് മാസത്തിലാണ് നമ്മൾ ഇത് നടന്നിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഏപ്രിലാണ് നടന്നിട്ടുള്ളത്. നേരെ എൻ്റർ ചെയ്താൽ അതിൻ്റെ ബില്ല് കംപ്ലീറ്റ് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സർവീസ് ഇൻവോയ്സ് നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർവീസ് ഇൻവോയ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ടാകും. ഇനിയുള്ള വീഡിയോസുകളിൽ ഇനി എന്ത് ചെയ്യുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് GSTയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. GST ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. GST ഇനി നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ എന്തുണ്ടാവും, സർവീസ് ഇൻവോയ്സ് വെച്ചുകൊണ്ട് GST ചെയ്യുന്ന രൂപങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാമെന്ന് ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സർവീസ് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ടാലിയിൽ ഏറ്റവും സിമ്പിളായൊരു മെത്തേഡാണ്. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.